ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിദീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ശ്രീധന്വന്തരമൂർത്തയേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ, മകരവിളക്ക് ആശംസകൾ, തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, എല്ലാ ആശംസകളും. ഉത്തരായണം ആരംഭിക്കുന്ന മുഹൂർത്തം, ദേവന്മാരെല്ലാം അനുകൂലമാകുന്ന സന്ദർഭം, എല്ലാ സത്കർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള കാലം. എല്ലാവർക്കും ധാരാളം സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് വൈകിട്ട് 6:30 ശേഷം മറ്റേ ശബരിമലയിൽ മകരവിളക്ക്, മകരജ്യോതി തെളിയിക്കുന്ന സമയം. എല്ലാവരും വീടുകളിലേക്ക് അതിൻ്റെ ഒരു ആവാഹനം ചെയ്ത് എല്ലാ വീടുകളിലും മകരജ്യോതി തെളിയിക്കുക എന്ന് എല്ലാ വർഷവും പതിവായിട്ട് ചെയ്യാറുണ്ട്. ഈ വർഷവും ചെയ്യാനായിക്കൊണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് അതിനു മുമ്പ് 6:15 വരെ എടുക്കാം. 6:15 നിർത്താം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ തുടരുന്നു. 14-ാം അധ്യായമാണ്. സപ്തമസ്കന്ധത്തിലെ 14-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമ ധർമ്മം. നമുക്ക് 14-15 ശ്ലോകം വരെ വായിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. തുടർന്നു വായിച്ചിട്ട് 26 വരെ വായിച്ചിട്ട് അതുവരയ്ക്കൊന്ന് പറയാൻ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവതേ സപ്തമസ്കന്ധേ ചതുർദശോऽധ്യായഃ. യുധിഷ്ഠിര ഉവാച. ഗൃഹസ്ഥയേതാം പദവീം വിധിനായേന ചഞ്ചസാ യാതി ദേവർഷേ ബ്രൂഹി മാദൃശോ ഗൃഹമൂഢതീഃ. നാരദ ഉവാച. സാധു പൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം. ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാ കുർവൻ ഗൃഹോചിതാഃ വാസുദേവാർപ്പണം സാക്ഷാദുപാസീത മഹാമുനീൻ. ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധദാനോ യഥാ കാലം ഉപശാന്തജനാവൃതഃ. സൽസംഗാത് ശനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുച്യേന്മുച്യമാനേഷു സ്വയം സ്വപ്നവതുത്തിതഃ. യാവദർത്ഥമുപാസീനോ ദേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാം ന്യസേത്. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ദിവ്യം ഭൗമം ചന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തൽസർവമുപഭുഞ്ജാനഃ ഏതത് കുര്യാത് സ്വതോ ബുധഃ. യാവത് ബ്രയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. മൃഗോഷ്ഠഖരമർക്കാഗു സരീസൃപ്ഖഗമക്ഷികാഃ ആത്മനഃ പുത്രവത് പശ്യേത് തൈരേഷാം അന്തരം കിയത്. ത്രിവർഗം നാദികൃച്ഛ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാ ദേശം യഥാ കാലം യാവത് ദൈവോപപാദിതം. ആശ്വാഘാൻ ദേവസായിഭ്യഃ കാമാൻ സംവിഭജേത് യഥാ അപേകാമാത്മനോദാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ജഹ്യാദ് യദർത്തെ സ്വപ്രാണാൻ ഹന്യാദ് വാപിതരം ഗുരും
തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാത് യസ്തേന ഹ്യതിദോജിതഃ കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേബരം ക്വ തദീയരതിർഭാര്യ ക്വായമാത്മാനപശ്ചതിഃ സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈ കൽപ്പയേദ്വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാമി യാത് ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക് യർഹ്യാത്മനോധികാരാദ്യ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത് ന ഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞബുക്ക് യുജ്യേത ഹവിഷാ രാജൻ യഥാ വിപ്രമുഖേ ഹുതൈഃ തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈ കാമൈര്യജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാനനു കുര്യാദാപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രോർയഥാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ അയനേ വിഷുവേ കുര്യാത് വ്യതിപാദേ ദിനക്ഷയേ ചന്ദ്രാദിത്യോപരാഗേ ച ദ്വാദശീ ശ്രവണേഷു ച തൃതീയായാം ശുക്ലപക്ഷേ നവമ്യാം അധ കാർത്തികേ ചതസ്രുഷു അപി അഷ്ടകാസു ഹേമന്തേ ശിശിരേ തദാ മാഘേ ജസിത സപ്തമ്യാം മഘാരാഗാ സമാഗമേ രാഗയാ ചാനുമത്യാ വാ മാസർക്ഷാണി യുതാന്യപി ദ്വാദശ്യാം അനുരാഗാ സ്യാത് ശ്രവണസ്തിസ്ര ഉത്തരാഃ തിസൃഷു ഏകാദശീ വാസു ജന്മർക്ഷശ്രോണയോഗയുക്ത തയേതേ ശ്രേയസക്കാലാ നൃണാം ശ്രേയോ വിവർധനാഃ കുര്യാത് സർവാത്മനൈതേഷു ശ്രേയോ മോഘം തദായുഷഃ യേഷു സ്നാനം ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം പിതൃദേവ നൃഭൂതേഭ്യോ യദ്ദത്തം തദ്ധ്യനശ്വരം സംസ്കാരകാലോ ജായായാ അപത്യസ്യാത്മനസ്തദാ പ്രേതസംസ്ഥാമൃതാശ്ച കർമ്മണ്യഭ്യുദയേ നൃപ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വൈകി വന്നവർക്കും മകരസംക്രാന്തി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇന്നലെ നമ്മൾ മൃഗോഷ്ഠകരമർക്കാകു സരീസൃപ് ഖഖമക്ഷികാഹ മുതലായ ശ്ലോകം അവിടുന്നാണ് സിദ്ധർ യജ്ഞാവശിഷ്ടാർത്ഥൈ കൽപ്പയേ വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം തിരൻ പ്രാജ്ഞഃ പദവീം മഹതാമിയാത് അതുവരെയുള്ള ശ്ലോകങ്ങളാണ് കണ്ടത്. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ തൻ്റെ ചുറ്റുപാടുമുള്ളതായിട്ടുള്ള ജന്തുക്കളെ, മൃഗങ്ങളെ, ജീവികളെ എല്ലാവരെയും സ്വന്തം പുത്രനെ പോലെ കാണണം. അന്തരം കാണാതെ അവരെയും സംരക്ഷിക്കണം. പുത്രനെ എങ്ങനെയാണോ നമ്മൾ രക്ഷിക്കുന്നത് അതുപോലെ എല്ലാ മൃഗങ്ങളെയും, ഒട്ടകം, കഴുത, മർക്കടന്മാര്, എലി, പെരിച്ചാഴി, സർപ്പങ്ങൾ, പക്ഷികൾ, ഈച്ചകൾ എല്ലാറ്റിനെയും തന്നെ ആത്മനഃ പുത്രവത് പശ്യേത്, അവനവന്റെ പുത്രന്മാരെ പോലെ ദർശിക്കണം. അന്തരമില്ലാതെ കാണണം. എല്ലാവർക്കും ഈ ഭൂമി അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഒരു കണക്കിൽ സഹോദരന്മാരാണ്. മനുഷ്യർക്ക് മൃഗങ്ങളെക്കാൾ കുറച്ചുകൂടി സാമർഥ്യമുണ്ട്, ബുദ്ധിയുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ രക്ഷകസ്ഥാനത്താണ് മനുഷ്യനെ കൽപ്പിച്ചിരിക്കുന്നത്. നരൻ എന്ന വാക്കിന് നായകൻ എന്നും അർത്ഥം.
ഇവരുടെയൊക്കെ രക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇവരെയൊക്കെ പരിപാലിക്കേണ്ടവരാണ് നരന്മാര്. സകല ജീവരാശികളെയും ആവശ്യമില്ലാതെ ഹിംസിക്കരുത്. പരമാവധി അവരെ രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഓർമ്മ വേണം. ഇനി ധർമാർത്ഥ കാമ വിഷയങ്ങളാകുന്ന ത്രിവർഗങ്ങളെ ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും അധികം കഷ്ടപ്പെട്ടിട്ടൊന്നും സമ്പാദിക്കേണ്ടതില്ല. എന്താണോ ദൈവോപപാദിതം പ്രാരബ്ധം നമുക്ക് കൊണ്ടുവരുന്നത്, യഥാദേശം യഥാകാലം, ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വന്നു ചേരുന്നതിനെ സന്തോഷമായിട്ട് അനുഭവിക്കുക. അതുപോലെ ചുറ്റുമുള്ളതായിട്ടുള്ള നായ്ക്കള്, പാപികള് എന്ന് വെച്ചാൽ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ദരിദ്രന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകളെയും, അതുപോലെ അന്തേവസായി എന്ന് പറഞ്ഞാൽ ചണ്ടാലന്മാർ മുതലായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ധനത്തിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ നിന്നൊക്കെ അവർക്കും കാമാൻ സംവിഭജേത് യഥാ, അവർക്കിഷ്ടമുള്ള വസ്തുക്കളെയും വിഭജിച്ചു കൊടുക്കണം. അതുപോലെ സ്വന്തം ഭാര്യയിലും അമിതമായിട്ടുള്ള മമതയില്ലാതെ സ്വന്തം ഭാര്യയെ വരുന്ന അതിഥികളെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. അല്ലാതെ എന്നെ മാത്രം ശുശ്രൂഷിക്കാൻ എന്നുള്ള മട്ടില് അടിമയാക്കി വെക്കാൻ പാടുള്ളതല്ല. മമത കുറയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ തന്റെ പ്രാണനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു, പിതാവിനെയും ഗുരുവിനെയും ഒക്കെ ഹിംസിക്കുന്നു, അങ്ങനെയുള്ള ആ സ്ത്രീയിലുള്ളതായിട്ടുള്ള സ്വത്വം ജഹ്യാത്, അങ്ങനെ ആരാണോ സ്വന്തം ഭാര്യയിലുള്ള സ്വത്വത്തെ ത്യജിക്കുന്നത് അവൻ അജിതനെ ജയിച്ചിരിക്കുന്നു, ഭഗവാനെ ജയിച്ചിരിക്കുന്നു എന്നർത്ഥം. മമത പോയി കഴിഞ്ഞാൽ ഭഗവാനെ ജയിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ശരീരമാണെങ്കിലും ഭാര്യയുടെ ശരീരമാണെങ്കിലും അത് മുഴുവൻ കൃമി വിഡ് ഭസ്മനിഷ്ഠാന്തം ഖേദം തുച്ഛം കളയപരം. കൃമിയായി തീരുന്നതോ മലമായി തീരുന്നതോ ഭസ്മം അഥവാ ചാരമായി തീരുന്നതോ ആണ് ഈ ശരീരങ്ങളൊക്കെ. വളരെ തുച്ഛമായിട്ടുള്ളതാണ് ഈ ശരീരങ്ങൾ. അതിൽ രതി, അതുപോലെ ഭാര്യയുടെ ശരീരത്തിലും രതി. അത് എവിടെ കിടക്കണം, എത്ര നീചമായിട്ടുള്ളൊരു ഭാവമാണ്. ആത്മസ്വരൂപം ആകാശം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആകാശമാകുന്ന വസ്ത്രമാണ് ആത്മസ്വരൂപത്തിൻ്റേത്. ആ സ്വന്തം വലിപ്പത്തെ മറന്ന് സ്വയം ചെറുതാവാതിരിക്കുക, ഈ ദേഹത്തിൽ അഭിമാനം വർദ്ധിപ്പിക്കാതിരിക്കുക, അതിനോടുള്ള രതി കുറയ്ക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി ഓരോരുത്തരും അവരവരുടെ യജ്ഞാവശിഷ്ട അർത്ഥൈഹി സിദ്ധൈഹി, യജ്ഞം ചെയ്ത് അവശിഷ്ടങ്ങളായ പദാർത്ഥങ്ങളെ കൊണ്ട് ആത്മനഃ വൃത്തിം കൽപ്പയേത്, അവനവന്റെ ഉപജീവന മാർഗത്തെ ചെയ്യേണ്ടതാണ്. ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം യാത്, പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് ശേഷിച്ചിരിക്കുന്നതിലും സ്വത്വം ത്യജിച്ചുകൊണ്ട്, ഇതും എന്റേതല്ല, യജ്ഞപ്രസാദം ഈശ്വരന്റെ പ്രസാദം എന്നുള്ള പ്രസാദ ബുദ്ധിയോടുകൂടി ആരാണോ അതിനെ ഭുജിക്കുന്നത് അവൻ മഹതാം പദവിയും ഇയാത്, ആ പണ്ഡിതനായിട്ടുള്ളവൻ പ്രാജ്ഞനായിട്ടുള്ളവൻ മഹാന്മാരുടെ പദവിയെ, മഹത്തുക്കളുടെ പദവിയെ പ്രാപിക്കും. അപ്പോ മുമ്പേ കണ്ട അവധൂതനെ പോലെ ആവണമെങ്കിൽ എങ്ങനെ എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. എന്താണ് അനുഷ്ഠിക്കേണ്ടത്? എന്തനുഷ്ഠിച്ചാൽ ഈ പരമ സ്വതന്ത്രനായി ആനന്ദത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി സന്തോഷമായി കഴിയുന്ന ആ അവധൂതനെ പോലെ ആവാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞ മഹാത്മാക്കളുടെ പദവിയെ പ്രാപിക്കും എന്ന്. അപ്പോ ഈ യജ്ഞാവശിഷ്ടം എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുകയാണ്. ഏതൊക്കെ യജ്ഞങ്ങളാണ് ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടത്? ആ പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്ത് അതിന്റെ ശിഷ്ടം, യജ്ഞശിഷ്ടം അശിക്കുന്നവരാണ് സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നത് എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവ കിൽബിഷൈഹി ഭുഞ്ചതേ തേതു അഘം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. യജ്ഞശിഷ്ട അശിനഃ സന്തഃ, യജ്ഞശിഷ്ടം അശിക്കുന്നവർ സജ്ജനങ്ങളാകുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അതിന്റെ ശിഷ്ടത്തെ, പ്രസാദത്തെ, യജ്ഞപ്രസാദത്തെ ഭുജിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അവർ സർവപാപങ്ങളിൽ നിന്നും
എല്ലാ പാപങ്ങളും ഉണ്ടാകുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ്, മമതയിൽ നിന്നാണ്. മമതയെ ത്യജിക്കുന്നതോടുകൂടി പാപകാരണമേ ഇല്ലാതെയാവുന്നു. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. എന്നാൽ ഭുഞ്ചത്തെ തേതു അഘം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. ആരാണോ ഞാൻ സമ്പാദിച്ചതൊക്കെ എനിക്ക് മാത്രം അനുഭവിക്കുവാൻ എന്നുള്ള മമതയോടെ, സ്വാർത്ഥതയോടെ തനിക്ക് മാത്രമായിട്ട് പാചകം ചെയ്യുന്നത്, ആത്മകാരണാത് പചന്തി, തനിക്കും തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമായിട്ട് താൻ സമ്പാദിച്ച ധനത്തെ കെട്ടിപ്പിടിച്ച് വേറെ ആർക്കും കൊടുക്കാതെ, ചെയ്യേണ്ട ധർമ്മങ്ങളൊന്നും ചെയ്യാതെ ആരാണോ അനുഭവിക്കുന്നത്, അവർ പാപാഹ, അവർ പാപികളാകുന്നു. അവർ ചെയ്യുന്ന പാപത്തെ അഘം ഭുഞ്ചത്തെ തേതു അഘം പാപാഹ പചന്തി ആത്മകാരണാത്. ഇതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് ഒറ്റയ്ക്ക് തിന്നുന്നവരായി തീരരുത്. ഒറ്റയ്ക്ക് തിന്നുന്നവൻ പാപിയാണ്, കള്ളനാണ്. സ്തേനയേവ സഹ എന്ന് ഇവിടെയും പറഞ്ഞു, ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ. അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ കള്ളനാണ്, സാമൂഹ്യ ദ്രോഹിയാണ്, മഹാപാപിയാണ്. അവന് വലിയ നരകങ്ങളാണ് വെച്ചിരിക്കുന്നത്. അവനൊരിക്കലും മുക്തി കിട്ടാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇനി ആ പഞ്ചമഹായജ്ഞങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. എണ്ണി പറയണു, ദേവാൻ ഋഷീൻ നൃ ഭൂതാനി പിതॄൻ. 5 എണ്ണം പറഞ്ഞിട്ടാണ് ആത്മാനം. 6ാമനാണ് ആത്മാ, അവനവൻ. ദേവാൻ ഋഷീൻ നൃ ഭൂതാനി പിതॄൻ ആത്മാനം അന്വഹം ദിനം പ്രതി, എന്നും ഒരു ദിവസം പോലും ഇന്റർവെല് കൊടുക്കാതെ നിർത്താം. അന്വഹം സ്വവൃത്യ ആഗത വിത്തേന. സ്വവൃത്യ, അവനവന്റെ വൃത്തി, ഉപജീവന മാർഗം, ഏത് തൊഴിലാണോ ഓരോരുത്തരും ചെയ്യുന്നത് ആ തൊഴിലിൽ നിന്ന് ധാർമ്മികമായി ലഭിക്കുന്ന വിത്തം, ആഗതമായ വിത്തം. അപ്പൊ സ്വന്തം തൊഴിൽ ധാർമ്മികമായി ചെയ്ത് അതിൽ നിന്ന് ധാർമ്മികമായി ലഭിക്കുന്നതായിട്ടുള്ള വിത്തം കൊണ്ട് യജേത പുരുഷം പൃഥക്, പുരുഷൻ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷനെ, ഈശ്വരനെ പൃഥക് യജേത. പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ യജിക്കണം എന്ന്. ഒരിടത്ത് യജിച്ചാൽ പോരാ, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൽ മാത്രം പൂജിച്ചാൽ പോരാ എന്ന് താല്പര്യം. പൃഥക് യജേത. ഇവരൊക്കെ വേറെ വേറെ കണ്ടിട്ട്, അവരൊക്കെ പുരുഷന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ്. വിരാട് പുരുഷന്റെ വിവിധം രാജതേ, വിവിധമായി പ്രകാശിക്കുന്നതാണ് ആ വിരാട് പുരുഷൻ. അപ്പോൾ വിരാട് പുരുഷന്റെ ഭാവങ്ങളാണ് ഇതെല്ലാം എന്ന് കണ്ടുകൊണ്ട് വേറെ വേറെ യജിക്കേണ്ടതാണ്. എല്ലാറ്റിലും ആ പുരുഷ ബുദ്ധി വേണം. വേറെ വേറെ കാണുമ്പോഴും വേറെ വേറെ യാഗം ചെയ്യുമ്പോഴും അവരെയൊക്കെ സന്തോഷിപ്പിക്കുമ്പോഴും പുരുഷ ബുദ്ധിയോടുകൂടി എല്ലാം ആ ഈശ്വരനാണ്, നാരായണനാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ബോധത്തോടെ. അപ്പോൾ ദേവന്മാരെ, പഞ്ചയജ്ഞങ്ങളിൽ ആദ്യത്തെ യജ്ഞമായിട്ട് ദേവന്മാരെ പറഞ്ഞിരിക്കുന്നു. ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ദേവതകൾ. പ്രകൃതിയിൽ ഓരോരോ പ്രതിഭാസങ്ങളുണ്ട്. ആ ഓരോ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തികളാണ് ദേവന്മാര്. സൂര്യനും ചന്ദ്രനും യമനും അഗ്നിയും വായുവും വരുണനും കുബേരനും ഇതൊക്കെ ആയിട്ട് നമ്മൾ അഷ്ടദിക്പാലകന്മാരെയൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട്, ലോകപാലന്മാരെയൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട്. അതുപോലെ ഉപാസനയ്ക്കായിക്കൊണ്ടുള്ളതായിട്ടുള്ള വിവിധ ദേവന്മാരുണ്ട്. അങ്ങനെയുള്ള ആ നമ്മൾക്ക് ഈ പ്രകൃതിയെ അനുകൂലമായി നമ്മളെ രക്ഷിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ശക്തികളെ, അദൃശ്യങ്ങളായ ശക്തികളെ പോലും നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട്, അനുമാനം കൊണ്ട്, അറിഞ്ഞുകൊണ്ട്, അതാണ് ബുദ്ധിമാന്മാർ. അവരാണ് ബുദ്ധിമാന്മാർ. നമ്മളാരും ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. മഴ പെയ്യുന്നത് നമ്മളല്ല, സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ കാരണമല്ല. നമ്മളെ പേടിച്ചിട്ടുള്ള ദിവസവും സൂര്യൻ വന്ന് നമുക്ക് ഊർജം തന്നുകൊണ്ടിരിക്കുന്നത്, പ്രകാശം തന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എടുക്കുന്നത്
നമ്മളെ പേടിച്ചിട്ടല്ല. അവരുടെ ധർമ്മം അവർ ചെയ്യുന്നു, അവർ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ കാറ്റ് വീശുന്നു, അഗ്നി ചൂടുള്ളതായിരിക്കുന്നു, ഇതെല്ലാം അവരൊക്കെ അവരവരുടെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരെയൊക്കെ ആ ഈശ്വരന്റെ വിവിധ വിഭൂതികളായി, ഈശ്വരന്റെ പ്രകടമായ ഭാവങ്ങളായി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി എന്നാണ് നമ്മുടെ വേദങ്ങളിൽ ഈ ദേവന്മാരെയൊക്കെ പറയുന്നത്. ശന്നോ മിത്രശം വരുണഃ ശന്നോ ഭവത്യര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെയുള്ള ഓരോരോ ശാന്തി മന്ത്രങ്ങൾ, അതാത് വേദങ്ങൾ, ഇപ്പൊ കൃഷ്ണ യജുർവേദത്തിലെ ഒരു ശാന്തി മന്ത്രമാണ്. അതുപോലെ അനേക ശാന്തി മന്ത്രങ്ങളുണ്ട്. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈഃ സ്തുഷ്ടുവാഗംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധസ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ ഓരോരോ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ഈശ്വരീയമായിട്ടുള്ള ചൈതന്യത്തെയാണ് നമ്മൾ ദേവന്മാരായി കാണുന്നത്. അവരെയൊക്കെ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ഓരോ ദേവന്മാരെയും നമ്മൾ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷഭാവമായിട്ട്, ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നതായിട്ടുള്ള ബ്രഹ്മം. സൂര്യൻ നാരായണൻ തന്നെയാണ്, ചന്ദ്രൻ നാരായണൻ തന്നെയാണ്, അഗ്നി നാരായണൻ തന്നെയാണ്, വരുണൻ നാരായണൻ തന്നെയാണ്. എല്ലാവരും നാരായണന്റെ വിഭൂതികളാണ്, പ്രത്യക്ഷമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാത് ദേവതമാരിലും നമ്മൾ ആ പുരുഷനെ തന്നെ കണ്ടുകൊണ്ട്, അതാണ് യജേത പുരുഷം പൃഥക്. അപ്പൊ എല്ലാ ദേവന്മാരെയും ഈശ്വരന്റെ വിഭൂതികളായി കണ്ട് ദേവന്മാരെയെല്ലാം യജിക്കണം. അതാണ് ദേവയജ്ഞം. അപ്പോ ദേവയജ്ഞം എന്നുള്ളത് ദിവസവും ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള ഹോമങ്ങളാണ്. അഗ്നിഹോത്രാദികളിലൂടെയാണ് ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും അഗ്നിയില് ആഹൂതി ചെയ്തുകൊണ്ട് ദേവന്മാർക്കായിക്കൊണ്ട് ഇതം നമമ ഇന്ദ്രായ സ്വാഹ, അല്ലെങ്കിൽ അഗ്നയെ സ്വാഹ, വരുണായ സ്വാഹ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്കുള്ള പങ്ക് അവർക്ക് കൊടുക്കുന്ന അഗ്നികർമ്മങ്ങളാണ് ദേവയജ്ഞം എന്നത് മുഖ്യമായിട്ട് പറയുന്നത്. ഇനി അങ്ങനെ അഗ്നികർമ്മങ്ങൾക്ക് അധികാരികളല്ലാത്തവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലാത്തവർ, അതിലേക്ക് എന്താ പറയുക, ഇനീഷിയേഷൻ കിട്ടിയിട്ടില്ലാത്തവർ, അറിവുള്ളവർ പരമ്പരയാ പറഞ്ഞു തരേണ്ടതാണ്. നമ്മുടെ പിതാമഹന്മാരും പിതാക്കന്മാരും ഒക്കെ ആ പാരമ്പര്യം ഉൾക്കൊണ്ട് അത് തുടർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടുപഠിക്കാവുന്നതായിരുന്നു. അത് കാലങ്ങളെ കൊണ്ട് പലരും അതിൽ ലോപം വരുത്തി, അതുകൊണ്ട് അറിയാതെയായിപ്പോയി. അപ്പൊ ഇപ്പൊ നമുക്ക് പുതിയ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആധുനികന്മാരായിട്ടുള്ള അനേക ആചാര്യന്മാര് അഗ്നിഹോത്രാദികളൊക്കെ എല്ലാവർക്കും സാർവലൗകികമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതെല്ലാം പഠിക്കാം. ദിവസവും അഗ്നികർമ്മങ്ങൾ, ദേവന്മാർക്കുള്ളതായിട്ടുള്ള തർപ്പണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്, ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പോൾ മുറിഞ്ഞുപോയ കണ്ണിയെ നമുക്ക് നമ്മളിൽ നിന്ന് തുടർന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാം. വരും നമ്മുടെ തലമുറ, നമ്മുടെ കുട്ടികൾ ഒന്നുമില്ലാതെയാണ്, ഒന്നും കാണാതെയാണ് വളരുന്നത്. അവരൊന്നും കാണുന്നില്ല. അവർ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാര് സീരിയലും കണ്ടുകൊണ്ടും പരദൂഷണം പറഞ്ഞുകൊണ്ടും തോന്നുമ്പോൾ എണീച്ച് തോന്നിയത് ചെയ്ത് തോന്നിയിടത്തേക്ക് പോയി അങ്ങനെ തോന്നിയവാസികളായി നടക്കുന്നതായിട്ടുള്ള അച്ഛനമ്മമാരെ കണ്ടിട്ടാണ് നമ്മുടെ തലമുറകൾ വളരുന്നത്. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്യുന്നത് കണ്ടിട്ടാണ്, കണ്ടുപഠിച്ചതാണ്, നമ്മൾ അനുകരിച്ചതാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളും എക്സാമ്പിൾ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയും പോലെ
നല്ല ഉത്തമ മാതൃകകളാവാൻ ശ്രമിക്കുക. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. നമ്മുടെ കുടുംബത്തിലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ എന്തു ചെയ്യുന്നുവോ അത് കണ്ടിട്ടാണ് താഴെയുള്ളവരൊക്കെ അനുകരിക്കുന്നത്. അവരുടെ പ്രമാണമാണ് താഴെയുള്ളവരുടെ പ്രമാണം. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരും തലമുറകളും അത് കണ്ടു പഠിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ഒരു നല്ല എന്താ പറയുക, നവോത്ഥാനത്തിന്റെ, പുനർജീവനത്തിന്റെ ഒക്കെ ഒരു കാലമാണ് ഇന്നിപ്പോ ഭാരതത്തിൽ. നമ്മുടെ എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയ സനാതന ധർമ്മ മൂല്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ തിരികെ കൊണ്ടുവന്ന് ഭാരതം ലോകത്തിന് മാതൃകയാവുക. ഇവിടുന്ന് ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് പോയിട്ട് വിദേശത്ത് പോയി വിദേശികൾ ഇതെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിന്റെ തത്വമെല്ലാം അവര് മനസ്സിലാക്കി അവര് അഗ്നിഹോത്രാദികൾ ചെയ്യുന്നവര്, അതിനുവേണ്ടി കമ്മിറ്റഡായിട്ട് ജീവിതം നയിക്കുന്നവരായിട്ടുള്ള എത്രയോ പേര് വിദേശ രാജ്യങ്ങളിൽ, ഫോറിനേഴ്സ്, ഇന്ത്യക്കാരല്ല, ഫോറിനേഴ്സ്, അവിടുത്തെ നേറ്റീവ്സ്, എവിടെയൊക്കെയോ അവരിതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഗ്നിഹോത്രം തുടരുന്ന എത്രയോ ഫോറിനേഴ്സ് ഈവൺ ആഫ്രിക്കൻ കൺട്രീസിൽ വരെയുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ, അമേരിക്കയിൽ, ആഫ്രിക്കൻ കൺട്രീസിൽ എല്ലായിടത്തും ഇവിടുന്ന് പഠിച്ചിട്ട് പോയവർ അവിടെ അനുഷ്ഠിക്കുന്നു. അവരതിന്റെ അനുഭവങ്ങളൊക്കെ ധാരാളം പറയുന്ന വീഡിയോകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവർ ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മങ്ങളെ കൊണ്ട് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സന്തോഷം, അവരുടെ ആ കുടുംബത്തിലുണ്ടാവുന്നതായിട്ടുള്ള ഐശ്വര്യം, കുട്ടികൾക്കുണ്ടാവുന്ന സ്വഭാവ വ്യത്യാസം, ഇതെല്ലാം അവർ പറയുന്നത് നമുക്ക് കാണാം. ചുറ്റുപാടുള്ള മൃഗങ്ങളെയൊക്കെ അവർ സ്നേഹിക്കുന്നത് ഒക്കെ നമ്മളാണ് അതിന് മാതൃക. നമ്മളിൽ നിന്ന് കണ്ടിട്ടാണ് അവർ പഠിച്ചു പോയത്. പക്ഷെ അവർ നന്നായിട്ട് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. നമ്മൾ ഇവിടെ യാന്ത്രികമായിട്ട് വേണോ വേണ്ടയോ എന്ന് മടിച്ച് നിൽക്കുന്നു. അപ്പോ ഇന്ന് നല്ലൊരു ദിവസം, മകരസംക്രാന്തി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. നമ്മളാലാവുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ആ പൈതൃകത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക, സനാതനധർമ്മത്തെ രക്ഷിക്കാൻ കഴിയുക, വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക. ഇപ്പൊ നമ്മൾക്ക് എത്രയോ കാലമായി നഷ്ടപ്പെട്ടു പോയിരുന്ന നമ്മുടെ ആ രാമജന്മഭൂമി ഇന്നിപ്പോ ഭവ്യമായിട്ടുള്ളൊരു മഹത്തായ ഒരു ക്ഷേത്രം പണിത് ആരാധനയ്ക്ക് തയ്യാറായി വരുന്നു. ഇതുപോലെ ഇനിയും കാശി വീണ്ടെടുക്കാനുണ്ട്. കാശിയിലും കുറെ പരിപാടികളുണ്ട്, മധുരയിലുണ്ട്. ഇനി എത്രയോ ക്ഷേത്രങ്ങൾ ഇതുപോലെ നശിപ്പിച്ചതുണ്ട്. എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങൾ എല്ലാം വീണ്ടെടുത്ത് അവിടെയൊക്കെ നമ്മളുടെ ആ മഹത്വം സ്ഥാപിക്കണം. സനാതനധർമ്മത്തിന്റെ മഹത്വം വീണ്ടെടുക്കണം. ലോകം മുഴുവൻ ഇവിടേക്ക് ഒഴുകി വരും ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഭാരതം ലോകഗുരുവായി മാറുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു സങ്കല്പം എല്ലാവരും ഏറ്റെടുത്താലേ ശരിയാവുള്ളൂ. അപ്പോ അതിനൊക്കെ എതിർപ്പ് ഒരുപാട് ഉണ്ടാവും. ആ എതിർപ്പൊക്കെ എന്താ പറയുക, ദുർബലമായി പോയിക്കോളും. നമ്മള് വേണ്ടതുപോലെ നമ്മുടെ ധർമ്മത്തെ ആചരിച്ചു കഴിഞ്ഞാൽ എതിർക്കുന്നവർക്ക് ശക്തി കുറഞ്ഞ് അവരും അടുത്ത് അവര് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. ആരൊക്കെയാണോ എതിർക്കുന്നത് അവർക്കൊക്കെ മനംമാറ്റം ഉണ്ടായിട്ട് അവർ തിരിച്ച് നമ്മുടെ പുറകെ വരും. അവർ വൈകിപ്പോയി എന്ന് വിചാരിക്കും, പശ്ചാത്തപിക്കും. അങ്ങനെ ഒരു കാലം വരും. എതിർക്കുന്നവർ എതിർക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ. നമ്മളാലാവുന്നത് ഈ സംസ്കാരത്തെ നിലനിർത്താനായിക്കൊണ്ട് ശ്രമിക്കുക. അപ്പോ അതിനുള്ള ഒരു നവീകരണത്തിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. ഭാരതത്തിന്റെ യുഗമാണ് ഈ യുഗം, ഈ നൂറ്റാണ്ട്. എല്ലാവരും ഭാരതീയതയിലേക്ക്, സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും സങ്കല്പിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളതാണ് ഈ ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങൾ. അപ്പൊ ഏത് രീതിയിലാണ് ദേവന്മാരെ പൂജിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ഇനി തീരെ വയ്യാതെയായവർ ഹോമകുണ്ടൊക്കെ ഉണ്ടാക്കി അതിന്റെ മുമ്പിലിരുന്ന് ഹോമങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധിക്കില്ല. പക്ഷേ അവരും വീട്ടില് പാചകം ചെയ്യുന്നുണ്ടല്ലോ. നിത്യവും അവനവന് കഴിക്കാൻ വേണ്ടി പാചകം ചെയ്യുന്നതിനെ
ദേവന്മാർക്കായി സങ്കല്പിച്ചുകൊണ്ട് ഒരു നിവേദ്യം സമർപ്പിക്കുക. ആ അഗ്നിയിൽ തന്നെ ഹവിസ് സമർപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ദേവസന്നിധി നമ്മുടെ അടുക്കളയിൽ തന്നെ സ്ഥാപിച്ച് ആ അടുക്കളയിൽ തന്നെ ദേവന്മാർക്കായിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം സമർപ്പിച്ച ശേഷം നമ്മൾ ഭക്ഷിക്കുക. ഓരോരുത്തരും യഥാശക്തി അത് വീണ്ടെടുക്കുക. അതാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ദേവയജ്ഞം, ഋഷികളെ തൃപ്തിപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത്? ബ്രഹ്മയജ്ഞം എന്നാ പറയുക. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ സ്വാധ്യായ പ്രവചനങ്ങളാണ്. സ്വാധ്യായം ചെയ്യുക, പ്രവചനം ചെയ്യുക. നമ്മൾ ശാസ്ത്രങ്ങളെ അഭ്യസിക്കുക. ആദ്യം ഗുരുമുഖത്തുനിന്ന് അഭ്യസിക്കുക. പിന്നീട് അതിനെ സ്വയം വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വളർത്തിയെടുക്കാൻ അവനവന്റെ പരിശ്രമം കൊണ്ടും സാധിക്കും. എല്ലാ ശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വേണ്ടതെല്ലാം പഠിച്ച് അതിനെ കൂടുതൽ കൂടുതൽ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് അവനവന്റെ സ്വന്തം നിഷ്ഠയാക്കി മാറ്റുക, സ്വന്തം ബുദ്ധിയാക്കി, നിശ്ചയമാക്കി, ആശയമാക്കി മാറ്റുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ഋഷിയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം. ബ്രഹ്മശബ്ദം കൊണ്ട് വേദം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതിപ്പോൾ നമുക്ക് സ്വയം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരെ കൊണ്ട് മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിലേക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റും. ഗുരുകുലങ്ങളെ, ആശ്രമങ്ങളെ, മഹാത്മാക്കളെയൊക്കെ എന്താ പറയുക, ബഹുമാനിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതാണ് ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം. അതുപോലെ നൃഭൂതാനി, നൃ എന്നുള്ള ശബ്ദം കൊണ്ട് നരന്മാരെ പൂജിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള മനുഷ്യരെ സൽക്കരിക്കുക. അതിഥി ദേവോഭവ എന്ന് പറയുന്നത് അതാണ് അതിന്റെ താല്പര്യം. അതിഥികളായി നമ്മളടുത്ത് ഏതെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നവരെ ആവും പോലെയൊക്കെ നമുക്ക് സഹായം ചെയ്യാം. അവരെ പൂജിക്കാം, അവരെ ബഹുമാനിക്കാം. അങ്ങനെയുള്ള ധർമ്മം ചെയ്യുന്നതിനെയാണ് നൃയജ്ഞം എന്ന് പറയുന്നത്. ഭൂതാനി എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾ, പ്രകൃതിയിലുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, ഇതിനെയൊക്കെ പോഷിപ്പിക്കുക. ജലാശയങ്ങൾ സംരക്ഷിക്കുക. പുതിയതായിട്ട് ജലാശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുക. ഉള്ളതിനെ സംരക്ഷിക്കുക, സസ്യസമ്പത്തിനെ സംരക്ഷിക്കുക, പ്രകൃതിയെ മലിനീകരിക്കാതിരിക്കാനുള്ള പരിശ്രമം ചെയ്യുക. അതുപോലെ മൃഗങ്ങളെ പോഷിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. നൃയജ്ഞം, ഭൂതയജ്ഞം. പിതൃൻ എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്കായി ചെയ്യുന്നതായിട്ടുള്ള തർപ്പണാദികൾ, ശ്രാദ്ധാദികൾ, ബലി മുതലായത്. പിതൃതർപ്പണം ദിവസവും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിശേഷ സന്ദർഭങ്ങളിൽ അവരുടെ മരിച്ചുപോയ നമ്മുടെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടതായിട്ടുള്ള പിതൃക്കൾ, അച്ഛനോ മുത്തശ്ശനോ അമ്മയോ മുത്തശ്ശിയോ, അത് മാതാമഹനാവാം പിതാമഹനാവാം, അവർക്കൊക്കെ വേണ്ടിയിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ തിഥികളിൽ, അവർ മരിച്ചുപോയ ദിവസങ്ങളിൽ പ്രത്യേകം ചെയ്യുന്നത് ഏകോദ്ദിഷ്ട ശ്രാദ്ധം എന്ന് പറയും. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട്, ഒരാത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ശ്രാദ്ധം. മറ്റ് അമാവാസികളിലും മറ്റ് വിശേഷ ഗ്രഹണാദി സന്ദർഭങ്ങളിലൊക്കെ ചെയ്യുന്നത് പിതൃതർപ്പണം. അത് ബഹുദ്ദിഷ്ടം. ബഹുദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ ആ പരമ്പരയെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള 21 തലമുറ വരെയുള്ളവരെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പലരും വിവാഹിതരായിരിക്കില്ല, അവർക്കൊന്നും മക്കളുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടി ആരും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെയുള്ള നമ്മുടെ അമ്മാവന്മാര്, വലിയച്ഛന്മാര്, അങ്ങനെയുള്ള മുത്തശ്ശന്മാര്, മരിച്ചുപോയവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഈ അമാവാസികളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ചെയ്യുന്ന ബഹുദ്ദിഷ്ട ശ്രാദ്ധം എന്നുള്ളത്. ബഹു എന്ന് പറഞ്ഞാൽ പലരെ ഉദ്ദേശിച്ച്. മറ്റത് ഏകോദ്ദിഷ്ടം, ഒരാളെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് പ്രത്യേക ശ്രാദ്ധം, അവരുടെ തിഥികളിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ തർപ്പണങ്ങൾ ദിവസവും അവരെ സ്മരിച്ചുകൊണ്ട് അവർക്കൊരു 2 നേരവും 3 പ്രാവശ്യം വെള്ളം കൊടുക്കുന്നതൊക്കെ, കുളിക്കുന്നതായിട്ടുള്ള സമയത്ത് അതൊക്കെ ഉത്തമമാണ്. അവരെ സ്മരിക്കുന്നത്, കൃതജ്ഞതാപൂർവം അവർക്ക് വെള്ളം കൊടുക്കുന്നത് പിതൃതർപ്പണം. അപ്പൊ ഇങ്ങനെ പിതൃൻ, അപ്പൊ പിതൃയജ്ഞം,
ദേവയജ്ഞം, ഋഷിയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം. ഇത് ആത്മാനം അന്വഹം. ആത്മാനം എന്ന് പറഞ്ഞാൽ പിന്നെ അവനവന്. ഇപ്പൊ ഈ 5 പേർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് ബാക്കിയുള്ളത് കൊണ്ട് ശേഷിക്കുന്നത് കൊണ്ട് ആത്മാനം, അവനവനും വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര അവകാശമുണ്ടെന്ന് ചോദിച്ചാൽ 1/6 അവകാശമുള്ളൂ. നമ്മൾ സമ്പാദിക്കുന്ന സ്വത്തിലെ 1/6 നമുക്ക് അനുഭവിക്കാനുള്ള അവകാശമുള്ളൂ. ബാക്കി 5 മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ കടങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വരുന്നത് തന്നെ. ആ ഋണങ്ങൾ, ദേവഋണം, ഋഷിഋണം, പിതൃഋണം, ഭൂതഋണം, നൃഋണം, 5 പേരോട് നമുക്ക് കടപ്പാടുണ്ട്. അതില് ഭൂതഋണവും നൃഋണവും പ്രത്യേകം എടുത്തു കാണിക്കാതെ മറ്റ് 3 ഋണങ്ങളെ കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ഉപവീതം ധരിക്കുന്നത്. 3 കടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് 3 നൂലുകൊണ്ട് ബന്ധനം ചെയ്യുന്നത്. യജ്ഞോപവീതം, അത് പിതൃ, ദേവ, പിതൃ, ഋഷി 3 പേരോടുള്ള കടപ്പാട് സൂചിപ്പിക്കാൻ വേണ്ടി ഹൈപ്പോത്തിക്കേറ്റഡ് എന്നുള്ള ലേബൽ ഒട്ടിക്കുന്നത് പോലെയാണ് ഈ ഉപനയനം കഴിച്ച് 3 ത്രെഡ് കൊണ്ടുള്ള യജ്ഞോപവീതം ധരിക്കുന്നത്. ഈ 3 കടങ്ങളെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്. മറ്റ് 2 കടങ്ങളും ഉണ്ട്. 5 കടങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ കടങ്ങളിലേക്ക് ദിവസവും ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ഡെയിലി EMI പേയ്മെന്റ് കൊടുക്കണം എന്നർത്ഥം. അപ്പൊ അത് ഓർമ്മ വേണം. നമ്മൾ കടപ്പാടുള്ളവരാണ്, എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ആ കടം വീട്ടിക്കൊണ്ട് ശിഷ്ടമായിട്ടുള്ളത് എനിക്ക് അനുഭവിക്കാൻ, 6ാമത്തെ പങ്ക് മാത്രമാണ് എനിക്ക് അനുഭവിക്കുവാൻ യോഗ്യതയുള്ളത് എന്നുള്ള ഓർമ്മ വേണം. അങ്ങനെ സ്വവൃത്യ ആഗത വിത്തേന, അവനവന്റെ തൊഴിൽ ചെയ്ത് കിട്ടുന്നതായിട്ടുള്ള ആഗതമാകുന്ന വിത്തം കൊണ്ട്, ധാർമ്മികമായി സമ്പാദിച്ച വിത്തം കൊണ്ട് യജേത പുരുഷം പൃഥക്. അപ്പൊ ഇതൊക്കെ അവരവരുടെ സമ്പാദ്യത്തിന്റെ തോതനുസരിച്ച് ഗ്രാൻഡാക്കാൻ പരിപാടികൾ, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വിപുലമാക്കാം അത് അവനവന്റെ യഥാശക്തി എന്നാണ്. എല്ലാവരും ഒരുപോലെ വേണ്ട. ധാരാളം ധനം വരുമാനമുള്ളവർ അതിനനുസരിച്ച് ദേവയജ്ഞവും പിതൃയജ്ഞവും ഭൂതയജ്ഞവും നൃയജ്ഞവും ഒക്കെ ചെയ്യട്ടെ. കുറഞ്ഞവർക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി. യഥാശക്തി, അതാണ് അവിടെ മുഖ്യം. എന്നാലും മറക്കരുത്, ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധം വേണം. ദേവാൻ ഋഷീന്ദ്രഭൂതാനി പിതൃൻ ആത്മാനമന്വഹം സ്വവൃത്യാഗത വിത്തേന യജേത പുരുഷം പൃഥക്. ഇനി ഇതിനെയൊക്കെ കൂടുതൽ വിസ്തരിക്കുകയാണ് വരുന്ന ശ്ലോകങ്ങളിലൂടെ. യർഹ്യാത്മനോ അധികാരാദ്യാഹ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത്. യർഹ്യാത്മനോ അധികാരാദ്യാഹ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത്. യർഹി ഉണ്ടെങ്കിൽ നടത്തണം. എന്ത്? ആത്മനഃ അധികാരാദ്യാഹ, ആത്മനഃ അവനവന്, അധികാരാദ്യാഹ അധികാരം മുതലായത്, സർവാ യജ്ഞസമ്പദഃ സ്യുഹു യർഹി. സർവാ യജ്ഞസമ്പദഃ, യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള സമ്പത്തുക്കൾ, അതിനുള്ള ദ്രവ്യങ്ങൾ എല്ലാം സമാഹരിക്കാനുള്ളതായിട്ടുള്ള സൗകര്യമുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ, യജ്ഞസമ്പദഃ സ്യുഹു യതി ഉണ്ടാകുമെങ്കിൽ, സമ്പത്തുകൾ ഉള്ളതിനനുസരിച്ച് വൈതാനികേന വിധിന അഗ്നിഹോത്രാദിന യജേത്. വൈതാനികം എന്ന് പറഞ്ഞാല് വിസ്തരിച്ചിരിക്കുന്നത്, വേദങ്ങളിലും അതുപോലെയുള്ളതായിട്ടുള്ള ശാസ്ത്രങ്ങളിലും അല്ലെ, പലതരം ഓരോരുത്തരുടെയും ഗോത്രത്തിനനുസരിച്ച് കുലത്തിനനുസരിച്ച് ഒക്കെ ശാസ്ത്രങ്ങളുണ്ട്. സൂത്രങ്ങൾ എന്ന് പറയും. എന്താ പറയുക, യാജ്ഞവൽക്യ സൂത്രങ്ങൾ, ശുൽഭസൂത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ഓരോരോ പദ്ധതികൾ പറഞ്ഞു തരുന്നതായിട്ടുള്ള സൂത്രങ്ങളുണ്ട്, ധർമ്മശാസ്ത്രങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് വൈതാനികേന വിധിന, എങ്ങനെയാണോ വിസ്തരിക്കേണ്ടത് വേദം പറഞ്ഞു തരുന്നത്, ആ വിധിക്കനുസരിച്ച് അഗ്നിഹോത്രാദിന, അഗ്നിഹോത്രം മുതലായതുകൊണ്ട് യജേത്, യജിക്കേണ്ടതാണ്. അപ്പൊ ദേവയജ്ഞം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവനവന് അധികാരാദികൾ ഉണ്ടെങ്കിൽ, ഇവിടെ അധികാരാദികൾ എന്ന് പറഞ്ഞാല് നമ്മള് അതിലേക്ക് ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ശിക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നർത്ഥം.
അതാണ് അധികാരം. നമുക്ക് താല്പര്യവും വേണം, അതിനുള്ള ട്രെയിനിങ്ങും കിട്ടണം. എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത്, അതിന്റെ ചെയ്യാനുള്ള വിധികളും മന്ത്രങ്ങളുമെല്ലാം നമ്മുടെ പൂർവികരിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ ആർജിച്ച് ആ അധികാരികളായി തീർന്ന് ആ അധികാരമുള്ളവർ അവനവന്റെ അധികാരത്തിനനുസരിച്ച്, അവനവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, യോഗ്യത അനുസരിച്ച്, അതുപോലെ യജ്ഞത്തിനുള്ള ദ്രവ്യങ്ങൾ നമുക്ക് സമാഹരിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, അല്ലെ, നമ്മളിപ്പോ വല്ല പരദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും സമാഹരിക്കാൻ പറ്റില്ല. അപ്പൊ അവനവന്റെ വീട്ടിൽ തന്നെയാണ് ചുറ്റുപാടും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലഭ്യമാണ്. നിത്യവും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അഗ്നിഹോത്രത്തില് അതിനുള്ളതായിട്ടുള്ള ചമത വേണം, അല്ലെങ്കിൽ പ്ലാശിൻ കമ്പ് തന്നെയാണ്, അതുപോലെ തന്നെ ദർഭ വേണം, അതുപോലെ നെയ്യ് വേണം, മറ്റുള്ള സാമഗ്രികളൊക്കെ അതിനോട് ചേർന്നതായിട്ടുള്ളത് വേണം. അപ്പോൾ അതൊക്കെ സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് സർവ യജ്ഞസമ്പദ സ്യുഹു യർഹി. എല്ലാ ദേശത്തും എല്ലാം കിട്ടുകയില്ല. അപ്പോൾ ഉള്ളതനുസരിച്ച്, വേദവിധികൾ അനുസരിച്ച്, ശാസ്ത്രവിധികൾ അനുസരിച്ച് അഗ്നിഹോത്രാദികളെ കൊണ്ട് ദേവന്മാരെ യജിക്കേണ്ടതാണ്. അപ്പൊ അതിന് അധികാരം നേടുക എന്നുള്ളത് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുക എന്നാണ്. അതിനാണ് ഉപനയനാദികളൊക്കെ. അതാർക്കും ചെയ്യാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ ഉപനയനം കഴിച്ചാൽ അവർ ദ്വിജന്മാരായി, ദ്വിജന്മാരായി. എല്ലാവർക്കും ഉപനയനത്തിന് അധികാരമുണ്ട്. അത് ശ്രദ്ധയുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതാണ് അധികാരം. അപ്പൊ അതിനനുസരിച്ച് അഗ്നിഹോത്രാദികൾ കൊണ്ട് യജിക്കേണ്ടതാണ്. നഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞബുക്ക് ഇജ്യേത ഹവിഷാരാജൻ യഥാ വിപ്രമുഖേ ഹുതൈഹി. നഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞബുക്ക് ഇജ്യേത ഹവിഷാരാജൻ യഥാ വിപ്രമുഖേ ഹുതൈഹി. ഭഗവാൻ ആരാണ്? ഭഗവാൻ സർവയജ്ഞബുക്ക്, സർവയജ്ഞത്തെയും ഭുജിക്കുന്നവനാണ്. എന്നുവെച്ചാല് സർവപ്രാണികളിലൂടെയും നിങ്ങൾ എന്തു കൊടുത്താലും, ഭൂതയജ്ഞം ചെയ്താലും, നൃയജ്ഞം ചെയ്താലും, ദേവയജ്ഞം ചെയ്താലും, എല്ലാ യജ്ഞങ്ങളും അവസാനം ആരിലാണ് എത്തിച്ചേരുന്നത്? ഭഗവാനിലാണ് എത്തിച്ചേരുന്നത്. ഭഗവാൻ തന്നെയാണ് ഇവരിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ യജ്ഞങ്ങളെ ഭുജിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന് സർവയജ്ഞബുക്ക് എന്ന് പറഞ്ഞിരിക്കണം. സർവയജ്ഞങ്ങളും ഭുജിക്കുന്നവൻ, യജ്ഞബുക്ക് ഭഗവാൻ തന്നെയാണ്. അപ്പൊ സർവയജ്ഞബുക്കായ അയം ഭഗവാൻ, ഈ ഭഗവാൻ വിപ്രമുഖേ ഹുതൈഹി യഥാ യുജ്യേത തഥാ അഗ്നിമുഖതഃ ഹവിഷ നഹി യുജ്യതേ. നാരദൻ പറയണ്, വിപ്രമുഖേ ഹുതൈഹി യഥാ യുജ്യേത. വിപ്രമുഖം എന്ന് പറഞ്ഞാല് ധർമ്മിഷ്ഠന്മാരായ, ജ്ഞാനികളായ, സദാചാരമുള്ളവരായുള്ള സാധുക്കളായ ബ്രാഹ്മണർ, അവരുടെ മുഖത്ത്, അവരുടെ വായിൽ ഭക്ഷണം കൊടുക്കുന്ന, ബ്രാഹ്മണ ഭോജനം ചെയ്യിക്കുന്നത് പോലെ യഥാ യുജ്യത, എപ്രകാരം പൂജിക്കപ്പെടുമോ, എപ്രകാരം ബഹുമാനിക്കപ്പെടുമോ, തത് അപ്രകാരം അഗ്നിമുഖതഃ ഹവിഷാ നഹി യുജ്യതേ. അഗ്നിമുഖത്തിൽ, അഗ്നിയുടെ വായിലേക്ക് നിങ്ങൾ ഹവിസ് കൊണ്ട് പൂജിച്ചാലും ജീവനുള്ള ഉത്തമന്മാരായ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആവില്ല എന്നാണ് പറയുന്നത്. ഇത്രത്തോളം തൃപ്തി അഗ്നിയിൽ ഹോമിക്കുന്നത് കൊണ്ട് ഭഗവാന് കിട്ടുന്നില്ല. അപ്പൊ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ പ്രധാനം അർഹിക്കുന്നത് വിശക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഉത്തമന്മാരായിട്ടുള്ള ആളുകൾക്ക്, സജ്ജനങ്ങൾക്ക് എല്ലാം ഭക്ഷണം കൊടുക്കുന്നതാണ് ഭഗവാന് ഇഷ്ടം. കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ഭഗവാൻ ഇരുന്നുകൊണ്ട് യജ്ഞം ഭുജിക്കുന്നു. അവരൊക്കെ പ്രത്യക്ഷ ഹോമകുണ്ഡങ്ങളാണ്. അവരുടെയൊക്കെ ഉള്ളിൽ ജഠരാഗ്നിയായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരാഗ്നിയായി എല്ലാവരുടെയും ഉള്ളില് ജഠരാഗ്നിയായി കുടികൊള്ളുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ. എല്ലാ പ്രാണികളുടെയും ദേഹത്തിൽ ഞാൻ ഇരിക്കുന്നു. പ്രാണാപാന സമായുക്തനായി നിങ്ങൾ ഭുജിക്കുന്ന 4 പ്രകാരത്തിലുള്ള അന്നങ്ങളെ ഞാൻ പചിക്കുന്നു. പചാമ്യന്നം ചതുർവിധം. ഞാനാണത് പാചകം ചെയ്ത് അനുഭവിക്കുന്നത്. അപ്പൊ ആരുടെ വായിൽ കൊടുത്താലും
അത് ഭഗവാന് കൊടുക്കുന്ന ഹവിസ് തന്നെയാണ്. അതുകൊണ്ട് അഗ്നിയിൽ കൊടുക്കുന്നത് മാത്രം അല്ല. അപ്പൊ അഗ്നിയിൽ കൊടുക്കുന്നത് കുറച്ചോളൂ എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ആർക്കും കൊടുക്കാനില്ലെങ്കിൽ അപ്പോ അഗ്നിയിൽ കൂടുതൽ കൊടുക്കാം. ആ കൊടുക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വിഭജിച്ചു കൊടുത്തിട്ട് ശിഷ്ടം അഗ്നിയിൽ കൊടുത്താൽ മതി ദേവന്മാർക്ക്. അത് എന്താ പറയുക, നാമമാത്രമായിട്ട് നമ്മളെ മുടക്കാതിരിക്കാൻ വേണ്ടി അഗ്നികർമ്മങ്ങളൊക്കെ ചെയ്യാം. അതൊരു പരിശീലനമായിട്ട് ധർമ്മമായിട്ട് നിലനിൽക്കണം. അതിനുവേണ്ടി ചുരുങ്ങിയ തോതിൽ ദേവന്മാർക്ക് കൊടുക്കുക, വർദ്ധിച്ച തോതിൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ കൊടുക്കുക. അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. സർവയജ്ഞ ബുക്കാണ്. ആ യജ്ഞബുക്ക് വിപ്രമുഖേ ഹുതൈഹി യഥാ യുജ്യേത, വിപ്രമുഖം കൊണ്ട് ഹോമിക്കപ്പെട്ടതുകൊണ്ട് എപ്രകാരം പൂജിക്കപ്പെടുമോ അപ്രകാരമാവില്ല. തഥാ അഗ്നിമുഖതഃ ഹവിഷ നഹി യുജ്യതേ, അഗ്നിമുഖത്തിൽ ഹോമിക്കുന്നത് കൊണ്ട് അത്രയ്ക്കും സന്തോഷിക്കുകയില്ല. അപ്പൊ ഭഗവാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. ജീവനുള്ള ജന്തുക്കൾക്ക്, മനുഷ്യർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ് ഭഗവാന് ഏറ്റവും പ്രിയം. ഇതൊക്കെ ഭഗവാൻ ആ കൃഷ്ണാവതാരത്തിൽ കാണിച്ചു തരുന്നു അല്ലേ. വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന ആ കഥയില് ഭഗവാനും കൂട്ടുകാരുമായിട്ട് വൃന്ദാവനത്തിൽ നിന്ന് വിദൂരമായിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്തേക്ക് വന്ന് തന്റെ കൂട്ടുകാരെ അന്നം യാചിക്കാനായിക്കൊണ്ട് ആ വിപ്ര യാഗശാലയിലേക്ക് അയക്കുന്നതും ബ്രാഹ്മണരെ, പുരുഷന്മാര് ഈ കുട്ടികളെ അവിടുന്ന് ഓടിച്ചു വിടുന്നതും പിന്നീട് അവരുടെ ഭാര്യമാരെടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞ് വിപ്രപത്നിമാര് അന്നം കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതും, ഇതെല്ലാം കഴിഞ്ഞപ്പോ ആ ബ്രാഹ്മണർ പശ്ചാത്തപിക്കുന്നതും, ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് നമ്മളോട് ഭക്ഷണം ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ, നമ്മൾ ഈ അഗ്നിയിൽ ഹോമിച്ച് അതിന്റെ പുക കൊണ്ട് കണ്ണും മൂക്കും കാണാത്തവരായിട്ട്, വിവേകം നഷ്ടപ്പെട്ടവരായിട്ട് ഇതിൽ ഭ്രമിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ നേരിട്ട് വന്നു, ഭഗവാന്റെ കൂട്ടുകാരുമായിട്ട് യാചിക്കാൻ വന്നു, അവർക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വയം പശ്ചാത്തപിക്കുകയും, എങ്കിലും നമ്മുടെ ഭാര്യമാരാ സൽക്കർമ്മം ചെയ്തു, അവരുടെ ഭർത്താക്കന്മാരാവാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം എന്നവര് കരുതിയതും, ആ ഭാര്യമാരെ അവർ ബഹുമാനിച്ചതും, ആ കഥയൊക്കെ നമ്മൾ ദശമസ്കന്ധത്തിൽ പല പ്രാവശ്യം പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഭഗവാൻ അത് കാണിച്ചു തരണം. ഭഗവാൻ യജ്ഞബുക്കാണെങ്കിലും ഈ യജ്ഞങ്ങളിലാണ് കൂടുതൽ സന്തോഷിക്കുന്നത് അഗ്നിമുഖത്ത് ഹോമിക്കുന്നതിനേക്കാൾ. ഇത് പല പ്രാവശ്യം ഭാഗവതത്തില് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഭഗവാൻ സനകാദികളുടെ ആ ജയവിജയന്മാരെ ശപിച്ചതായിട്ടുള്ള ആ കഥ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പല പ്രാവശ്യം ഉദ്ധവനോട് പറയുന്നിടത്ത് എല്ലാം വരും. അപ്പോ നഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞബുഗ് യുജ്യേത ഹവിഷാരാജൻ യഥാ വിപ്രമുഖേ ഹുതൈഃ തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈഃ കാമൈർയജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാൻ അനൂ. തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈഃ കാമൈർയജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാനനു. തസ്മാത്, അതുകൊണ്ട്, ഈ ലോജിക്കെല്ലാം നാരദൻ പറയുന്നുണ്ട് യുധിഷ്ഠിരനോട്. അതുകൊണ്ട് ബ്രാഹ്മണ ദേവേഷു, ബ്രാഹ്മണരിലും ദേവന്മാരിലും, മർത്യാദിഷു, മനുഷ്യർ മുതലായവരിലും, യഥാർഹത, അവരുടെ അർഹതയ്ക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ച്, അതിന് അവസാനം പറയുന്നുണ്ട് ബ്രാഹ്മണാൻ അനു എന്ന്. ബ്രാഹ്മണാൻ അനു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ശേഷം എന്നാണ് അർത്ഥം. ബ്രാഹ്മണരുടെ പിന്നാലെ, അനു എന്നുള്ളത് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ബ്രാഹ്മണർക്ക് ആദ്യം കൊടുക്കുക. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാത്വികന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ, ധർമ്മിഷ്ഠന്മാരായിട്ടുള്ളവർ, സമൂഹത്തിലേക്ക് ഏറ്റവും അധികം എല്ലാ നന്മകളും സംഭാവന ചെയ്യുന്നവർ, സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്നവർ, അങ്ങനെയുള്ള ആ ബ്രാഹ്മണരെ അനുസരിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം, അവരെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം, ബ്രാഹ്മണാൻ അനു യഥാർഹത തൈഹി കാമൈഹി ക്ഷേത്രജ്ഞം ഏനം യജസ്വ.
തൈഹി തൈഹി കാമൈഹി, അതാത് കാമങ്ങളെ കൊണ്ട്, അതാത് വിഷയങ്ങളെ കൊണ്ട് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത്, ഭക്ഷണമാകാം, അല്ലെങ്കിൽ ധാന്യങ്ങളാകാം, അല്ലെങ്കിൽ വസ്ത്രങ്ങളാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങളാവാം, അങ്ങനെയുള്ള അതാത് വിഷയങ്ങളെ കൊണ്ട് ക്ഷേത്രജ്ഞം ഏനം യജസ്വ, ഇവരുടെയൊക്കെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തെ നിലനിർത്തുന്ന, ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുന്നവനായ ചൈതന്യ സ്വരൂപനായ ക്ഷേത്രജ്ഞനായ ഏനം പുരുഷം, ഈ ഭഗവാനെ യജസ്വ, പൂജിച്ചാലും. അപ്പൊ സർവക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന, സർവശരീരങ്ങളാകുന്ന ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഗീത 13-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാവരുടെ ശരീരങ്ങളും ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ ചൈതന്യ രൂപത്തിൽ ക്ഷേത്രജ്ഞനായി എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ഈ ക്ഷേത്രങ്ങൾക്ക് ചൈതന്യം പകർന്നുകൊണ്ട് ഞാൻ കുടികൊള്ളുന്നു. അപ്പൊ ആ ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ആത്മസ്വരൂപനായ ക്ഷേത്രജ്ഞനായ ഭഗവാനെ പൂജിക്കാനാണ് പറയുന്നത്. എല്ലാ ജന്തുക്കളെ പൂജിച്ചാലും ഭഗവാനെ തന്നെയാണ് പൂജിക്കുന്നത്. നരസേവ, നാരായണ സേവ, ജീവസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവ സേവ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ആശയങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണ ദേവേഷു മർത്യാദിഷു ബ്രാഹ്മണാൻ അനു, ബ്രാഹ്മണർക്ക് പുറകെ പിന്നാലെ അനുസരിച്ചുകൊണ്ട് അർഹതയ്ക്കനുസരിച്ച് അവരവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കൊടുത്ത് അവരുടെ ഉള്ളിലുള്ള ഈശ്വരനെ പ്രസാദിപ്പിക്കുക, പൂജിക്കുക. തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈകാമൈര്യജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാനനു. ആ ബ്രാഹ്മണർ ഭഗവാനെ അറിയുന്നവരാകുന്നു. ബ്രഹ്മജ്ഞാനികളെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ബ്രഹ്മസ്വരൂപമാണ് അവരെന്ന് അവർക്കറിയാം. ആ ബ്രഹ്മസ്വരൂപികളായിരിക്കുന്ന ബ്രാഹ്മണനെ പൂജിച്ച ശേഷം മറ്റുള്ളവരെ പൂജിക്കുക. ശ്രേഷ്ഠന്മാരെ ആദ്യം പൂജിക്കുക. ആരിലാണോ ഈശ്വര ചൈതന്യം കൂടുതലായി പ്രകാശിക്കുന്നത് അവരെ ആദ്യം പൂജിക്കുക എന്ന് താല്പര്യം. ഇനി ഈ പിതൃ തർപ്പണാദികളും മറ്റുമൊക്കെ ചെയ്യുന്ന കാലങ്ങളെക്കുറിച്ച് പറയുകയാണ്. കുര്യാത് ആപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രോർയഥാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ. കുര്യാത് ആപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രോർയഥാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ. ദ്വിജഃ എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവൻ എന്നർത്ഥം. ഉപനയനാദി സംസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്ന എല്ലാവരും ദ്വിജന്മാരാണ്. സംസ്കാരമില്ലാത്തവർ ശൂദ്രന്മാരാണ്. അപ്പൊ ഈ ഇനീഷ്യേഷൻ കിട്ടിയിട്ടുള്ളവർ, ഈ എങ്ങനെ ജീവിക്കണമെന്ന് പൂർവികരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും വേണ്ട ഗൈഡൻസ് കിട്ടിയിട്ടുള്ളവർ, അതിൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരെയാണ് ദ്വിജന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആ ദ്വിജൻ വിത്തവാനാണെങ്കിൽ, വിത്തവാൻ ദ്വിജഃ, വിത്തവാൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ധനമുണ്ടോ അങ്ങനെ ധനവാനായിട്ടുള്ള ദ്വിജൻ യഥാവിത്തം, തന്റെ വിത്തത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച്, ധനത്തിന്റെ സ്ഥിതി അനുസരിച്ച്, പിത്രോഹോ പിതൃക്കൾക്കും തദ്ബന്ധൂനാം ആ പിതൃക്കളുടെ ബന്ധുക്കൾക്കും, മരിച്ചുപോയതായിട്ടുള്ള പിതൃക്കൾക്കും അവരുടെ ബന്ധുക്കളായിട്ടുള്ളവർ, മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ബഹൂദ്ധിഷ്ട ശ്രാദ്ധം, സ്വന്തം മാതാപിതാക്കന്മാർ മാത്രമല്ല അവരുടെ മാതാമഹന്മാര്, പിതാമഹന്മാര്, അവരുടെയൊക്കെ പ്രപിതാമഹന്മാർ, പ്രമാതാമഹന്മാർ, അങ്ങനെയുള്ള അമ്മാവന്മാർ മുതലായിട്ടുള്ള ആ ശാഖകളെല്ലാം പൂർവികരായിട്ടുള്ള ആളുകൾ, അതാണ് തദ് ബന്ധൂനാം എന്ന് പറയുന്നത്. ആ ബന്ധുക്കൾക്കും പ്രൗഷ്ഠപദേ മാസി, പ്രൗഷ്ഠപദം എന്നുള്ളത് ഭാദ്രപദം എന്ന് പറയുന്ന, നമുക്കിവിടെ കേരളത്തിൽ കന്നിമാസത്തിന് പാരലായിട്ട് വരുന്ന ചാന്ദ്രമാസം, ഭാദ്രപദം തന്നെയാണ് പ്രൗഷ്ഠപദം. അപ്പൊ കന്നിമാസത്തില് ആപരപക്ഷീയം ശ്രാദ്ധം കുര്യാത്, ആപരപക്ഷീയം അപരപക്ഷത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ശ്രാദ്ധം. അപ്പൊ കന്നിമാസത്തിൽ ഈ മഹാലയ അമാവാസി എന്നാ പറയുക. കന്നിമാസത്തിലെ അമാവാസിക്ക് മഹാലയ അമാവാസി എന്ന് പറയും. ആ മഹാലയ അമാവാസി വളരെ വിശിഷ്ടമാണ്.
പിതൃ ശ്രാദ്ധങ്ങൾക്ക്. അത് വലിയ പുണ്യകാലമാണ്. അപ്പോൾ ആ പുണ്യകാലത്ത് യഥാശക്തി സംസ്കാരമുള്ളവർ അവരവരുടെ മരിച്ചുപോയ പിതൃക്കൾക്കും പിതൃക്കളുടെ ബന്ധുക്കളായിട്ടുള്ളവർക്കും ശ്രാദ്ധാദികൾ ചെയ്യേണ്ടതാണ് എന്നാണ്. ഇനി ഇപ്പോൾ കന്നിമാസം അല്ലെങ്കിൽ ചിലപ്പോൾ തുലാമാസത്തിലേക്കും കയറി വരും ഈ അമാവാസി. ഈ ഭാദ്രപദം എന്നുള്ളത് കന്നി തുലാം ആയിട്ട് കയറി ഇറങ്ങി വരും. അപ്പോൾ ആ ഭാദ്രപദം അല്ലെങ്കിൽ പൗഷ്ഠപദത്തിലുള്ള മഹാലയ അമാവാസി എന്നാണോ അന്നാണ് അതിന് പ്രാധാന്യം. നമ്മളിവിടെ കൂടുതൽ കർക്കിടക അമാവാസിയിൽ കേരളത്തിൽ പിതൃക്കൾക്കായിട്ടുള്ള ശ്രാദ്ധം കൂടുതലായിട്ട് ചെയ്യണം. അതിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വിസ്തരിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നേരത്തെ തന്നെ വിടാം. മകരവിളക്ക് കാണാനും മകരവിളക്ക് നിങ്ങളുടെ വീടുകളിലൊക്കെ തെളിയിക്കാനുമായിട്ട് ഇവിടെ നിർത്തുകയാണ്. മകരജ്യോതി ദർശിക്കുക എല്ലാവരും. സ്വാമിയേ ശരണമയ്യപ്പ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. നാളെ രാവിലെ നോക്കിക്കോളൂ. മിക്കവാറും രാവിലെ ആയിരിക്കും നാളെ നോക്കി ചെയ്യാം. ഹരി ഓം. സ്വാമി ശരണം. എല്ലാവർക്കും മകരസംക്രാന്തി മകരവിളക്ക് ആശംസകൾ. ശുഭരാത്രി.